നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. പണ്ട് തിരുവിതാംകൂറിലെ ചില സ്ഥലങ്ങളിൽ കേട്ടിരുന്ന ഒരു ചൊല്ലുണ്ട്, നെല്ല് പത്തായത്തിലിരുന്നാൽ എലി വയനാട്ടിൽ നിന്നും വരും എന്ന്. അതായത് വേറൊന്നുമല്ല, നല്ല സാധനം എലിക്ക് കഴിക്കേണ്ടത് പത്തായത്തിലിരിക്കുന്നെങ്കിൽ എലി എവിടെ നിന്നാണേലും വരും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെ എക്സ്പോർട്ടിന് ബയേഴ്സിനെ കിട്ടുന്നു? ഈ ചോദിക്കുന്ന ആരും ഞങ്ങളുടെ ഉൽപ്പന്നം ഇതാണെന്ന് പോലും പറയാതാണ് ചോദിക്കാറ്. അതായത് ബയേഴ്സിങ് വരുന്നു, ബയേഴ്സിങ്ങിനെ മേടിക്കാൻ നിൽക്കുന്നു, അവരെ തപ്പിയെടുക്കുന്നു, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് നല്ലൊരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ബയേഴ്സ് വരും, ഇങ്ങോട്ടേക്ക് വരും. ഈ നമ്മൾ ഒരു ബയറുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ ആക്കി കൺവേർട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മുടെ അടുത്തേക്ക് ഒരു ബയർ വരികയാണെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബയർ വരാനുള്ള വഴികളാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. ഫസ്റ്റ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ പോയിന്റിൽ, പ്രോഡക്റ്റിൻ്റെ യുണീക്ക്നെസ്സിൻ്റെ പോയിന്റിൽ, പിന്നെ അടുത്തൊരു കാര്യം ബയർ നിങ്ങളെ കണ്ടെത്തുന്ന പോയിന്റിൽ നിങ്ങൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വാക്സിൻ ആണെന്ന് വിചാരിക്കുക, ഒരു സർജിക്കൽ ഡിവൈസ് ആണെന്ന് വിചാരിക്കുക, ഒരു അച്ചാർ അല്ലെങ്കിൽ ഫുഡ് പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിന് മൂന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാനാണ് വേണ്ടത്. ഓക്കെ, വിഷിംഗ് യു എ ഗ്രേറ്റ് സക്സസ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. താങ്ക് യു. നന്ദി, നമസ്കാരം.